ഇച്ഛയില്ലാതെ ഭോഗമുണ്ടാകാത്തതിനാൽ ജ്ഞാനിക്ക് ഇച്ഛയും പ്രാരബ്ധത്തിന്റെ ഫലമാകുന്നു. അന്യലോകത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ പറയണം. നമ്മൾ സാധാരണ വിചാരിക്കൂ അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ, അപ്പൊ അവർക്കൊരു ആശയുണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയ ന്യായമെങ്കിൽ അവർ പറയുന്നു അല്ല, ഇത് അവരുടെ പ്രാരബ്ധമായിട്ട് തന്നെ അതിൽ ഇരിക്കുകയാണ്. അവരിത് ചെയ്യുന്നോ ചെയ്യിക്കുന്നോ ഇല്ല, അത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. ഒരു ജ്ഞാനി ഇതൊന്നും തന്നെ ചെയ്യുന്നുമില്ല, ഇതിനെ ഒന്നും തന്നെ ചെയ്യിക്കുന്നുമില്ല. ചെയ്യുകയും ചെയ്യിക്കുകയോ മറ്റിരിക്കും ഗാന്ധമലശിലയുമുണ്ട്, ഇരുമ്പ് തുണ്ടുകൾ ചേട്ടിക്കുമാവോൽ. കാരണം ഈ തുണ്ടുകൾക്ക് ഗാന്ധത്തിന്റെ ആ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അനങ്ങും. അത് വാസ്തവത്തിൽ ഗാന്ധം അതിനെ ആകർഷിക്കുന്നതല്ല, ഗാന്ധം അതിലൊന്നും ചെയ്യുന്നതല്ല. പക്ഷെ അതിന്റെ സാന്നിധ്യ വിശേഷം കൊണ്ട് ജഡമാന ഉലകമെല്ലാം ചേട്ട ചെയ്യും. ഇതെല്ലാം അതിന്റെ ധർമ്മങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ ആത്മസന്നിധാനത്തിൽ ഇതെല്ലാം അത് മനസ്സും ബുദ്ധിയും കരണങ്ങളും എല്ലാം അതിന്റെ ധർമ്മത്തെ ചെയ്തിരിക്കുന്നത്. ആത്മാവ് കേവല സാക്ഷിയാണെങ്കിലും അത് തിരിച്ചറിയാതിരിക്കുന്ന അജ്ഞാനം കൊണ്ട് ഇതിൽ കർമ്മം ഉണ്ടാവുകയാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ഇനി ജനിക്കാനുള്ള വിത്തുകൾ ഉണ്ടാവുകയാണ്. ഇനി എങ്ങനെയെല്ലാം ജനിക്കാന്ന് വെച്ചാൽ വൃക്ഷമായിട്ടോ പക്ഷിയായിട്ടോ പുഴുവായിട്ടോ ഏത് രൂപത്തിലും ഈ ജന്മം ശരീരം ഇതിൽ വരും. ഇതിനെ ഭയന്നാണ് ഈ ജനന മരണ സംസാര ദുഃഖത്തിന്റെ അറുതിയായ മോക്ഷത്തെ എല്ലാവരും ചെയ്യും. പറഞ്ഞില്ലേ, ഈ ശാസ്ത്രം പറഞ്ഞാൽ മുക്തി ശാസ്ത്രം, മോക്ഷഗ്രന്ഥം. ഏതിന്റെ മോക്ഷം? ഈ ദുരിതങ്ങൾ ഇനി അനുഭവിക്കേണ്ടതുള്ള തീരുമാനം. അപ്പൊ പറയും എന്തൊരു ദുരിതം, വിവാഹം ചെയ്ത കുട്ടികളൊക്കെ ഉണ്ട്, നല്ല സുന്ദരിയായ ഭാര്യ, അതെല്ലാം ഉണ്ട്, നല്ലൊരു വീടുണ്ട്, കുറെ പണമുണ്ട്, എന്തൊരു ദുഃഖം എന്നല്ലേ ഞാൻ സാധാരണക്കാർ പറയണത്. വാസ്തവം തന്നെ, അതൊക്കെ തുടക്കത്തിൽ വാസ്തവം തന്നെ. അത് കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടോ? കൊച്ചം കൊണ്ട് കഴിഞ്ഞിട്ട് ഈ ഭാര്യ തന്നെ ചവിട്ടി വെളിയിൽ കളയും, മക്കളെ അടിക്കും, കൊല്ലവരെ ചെയ്യും. ഇല്ല, അങ്ങനെയല്ലേ? കാരണം ഇതിനകത്തൊരു ന്യായമില്ല. ഇത് അന്യായമാണ്. ഇതൊക്കെ ഇത് ന്യായമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ഇതിനെ വിവേകത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ട് മുക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ. ആ ന്യായത്തിന് വാസ്തവത്തിൽ ആ ഈശ്വരൻ അനുഗ്രഹിക്കും. ഗുരു ഈശ്വരൻ ഒന്ന് തന്നെ അവരനുഗ്രഹിച്ച് അത് പ്രദാനം ചെയ്യും. ഇതാണ് ഇത് രഹസ്യം. ജ്ഞാനിക്കുണ്ടാകുന്ന ബാഹ്യപ്രവൃത്തി അദ്ദേഹത്തിന്റെ ജീവൻ മുക്തിക്ക് വിരോധിയല്ല. ജ്ഞാനിക്കുണ്ടാകുന്ന ബാഹ്യപ്രവൃത്തി അദ്ദേഹത്തിന്റെ വിദേഹമുക്തിക്ക് വിരോധിയല്ല. പിന്നെ ജീവൻ മുക്തിയുടെ വിലക്ഷണ സുഖത്തിന് വിരോധിയാകുന്നു. ഇത്രയേ ഉള്ളൂ. ജീവൻ മുക്തിയുടെ വിലക്ഷണ സുഖം എന്നുള്ള ആനന്ദം അവർക്ക് ഈ മുക്തിയുടെ സുഖം അവർക്കില്ല. അത്രയേ ഉള്ളൂ. അവർ അതിനെയാണ് ത്യാഗം ചെയ്തത്. കാരണം അവർ ആനന്ദമായിട്ടിരിക്കുന്നതിനെ ത്യാഗം ചെയ്തുള്ളത്. വേണ്ട, അങ്ങനെ ചോദിക്കട്ടെ, എല്ലാവരും ചോദിക്കട്ടെ. എല്ലാവർക്കും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള അഭാവം ഇതിൽ നിന്നൊക്കെയാണ് പൊട്ടിപ്പൊളച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത അതിൽ വന്നു. അവർ അതിനെ ത്യാഗം ചെയ്തുകൊണ്ട് ഈ ലോകം മുഴുവൻ ആനന്ദത്തിൽ ആറാടട്ടെ എന്നുള്ള അവരുടെ മഹൽ ഭാവങ്ങളാണ്. ആത്മാവ് നിത്യമുക്തനാകുന്നു. അവിദ്യാൽ ബന്ധം പ്രതീതിയാകുന്നു. അവിദ്യാൽ ഈ ബന്ധം ഉണ്ടായിട്ടുള്ളതല്ല, ഒരു പ്രതീതി മാത്രമാണ്. മരുഭൂമി ജലം പോലെ പ്രതീതിയാകുന്നു. എപ്പോൾ ജ്ഞാനം ഉണ്ടാകുമോ അപ്പോൾ അവിദ്യയാൽ ഉണ്ടാക്കപ്പെട്ട ബന്ധഭ്രാന്തി നഷ്ടമായി പോകും. ഈ ജ്ഞാനമെന്ന് പറഞ്ഞാൽ തന്നെ ഈ ബന്ധഭ്രാന്തിയെ ഇല്ലാതാക്കുന്ന ഒരു സംഗതിയാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിക്രമനറിയാം. ലോകം ഇങ്ങനെ കിടക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇത് രണ്ടും തങ്ങളിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ഇടയ്ക്ക് വരുന്ന ഒരു ഗ്രന്ഥി, ഇതാണ് ബന്ധം. ഈ ബന്ധമാണ് ഇല്ലാതായിപ്പോകുന്നത്. അപ്പോഴേ ഞാനുമുണ്ട്, ലോകമുണ്ട്, പക്ഷെ ബന്ധമില്ല. ജ്ഞാനിക്ക് എന്താണ്? എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമായിട്ടും ഒരു ബന്ധവുമില്ല. ഈ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഉള്ളിൽ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. ഇത് സംബന്ധിച്ചുണ്ടാകുന്ന മാനസിക വിഭ്രാന്തികളെല്ലാം ബന്ധമാണ്. ഇല്ലെങ്കിൽ ലോകത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടുന്ന് അവിടെ കഴക്കൂട്ടം വരെ നടന്നു പോകുമ്പോൾ എത്രയോ കുതിരപ്പുല്ല് വളർന്നു കിടക്കുന്നു രണ്ടു വശത്ത്. അതിലെന്തെങ്കിലും തോന്നുന്നുണ്ടോ? എത്രയോ കാര്യങ്ങൾ നമ്മളെ ഉദാസീനമായിട്ട് പോകുന്നു, ഇല്ലേ? പക്ഷെ ചിലതുണ്ടല്ലോ, പെട്ടെന്നാണ് ഒരു വിരോധി എതിരെ നടന്നു വരുന്നത്. കാണുമ്പോൾ തന്നെ
ആ ബന്ധം വന്നാണോ ബന്ധപ്പെട്ടു. അതിനു മുമ്പോ ഒരു ബന്ധവുമില്ല. സത്യത്തിൽ നമ്മൾ ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആത്മസ്വരൂപങ്ങളാണ്. ബന്ധം എങ്ങനെ തോന്നുന്നു? ഒരു പ്രതീതി മാത്രമായിട്ട് തോന്നുകയാണ്. പക്ഷെ ആ പ്രതീതി മാത്രമായിട്ട് തോന്നുന്നതിൽ മരുഭൂമിയിൽ കിടക്കുന്ന ജലം കുടിച്ച് ദാഹം തീർക്കാമെന്ന് ഇച്ഛിക്കാത്തതുപോലെ ഈ ബന്ധം കൊണ്ട് മനോവൃത്തികൾ ഇതിൽ ഉണ്ടാവേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല. പക്ഷേ ഉണ്ടാവുന്നു. കാരണം എന്താണ്? അത് ബന്ധമായി പോകുന്നു. അതിൽ വന്ന് തൊടുന്നു. അത് തൊടാതെ നോക്കുന്നതിനെയാണ് നമ്മൾ വിവേകം എന്ന് പറയുന്നത്. തന്നെ സ്പർശിക്കരുത്. താമരയിലെ തണ്ണീർ പോൽ ജഗത്തോടും കൂടി വാഴ്വത്. ഇതിനല്ല ഞാനും ഇരിക്കേണ്ടത്. വെള്ളമുണ്ട്, വെള്ളമില്ലാതല്ല, പക്ഷെ പറ്റുന്നില്ല. അത്രേ. ജ്ഞാനമുണ്ടായ ശേഷം ബന്ധഭ്രാന്തി ഉണ്ടാകുകയില്ല. സഹിതനായ ഒരുവന് ബന്ധഭ്രാന്തിയുടെ അഭാവമാണ് ജീവൻ മുക്തി എന്ന് പറയുന്നു എന്ന് ഓർക്കണം. അത് മനസ്സിലായത്? യഥാർത്ഥത്തിൽ ഈ ജീവൻ മുക്തി എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയൊരു സമവാക്യം പറയണ ഇതാണ്. അതായത് ശരീരസഹിതനായ ഒരുവനും ബന്ധഭ്രാന്തിയുടെ അഭാവമാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ബന്ധഭ്രാന്തിയുടെ അഭാവത്തെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. ബന്ധം എന്ന് വെച്ചാൽ ബന്ധിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയുടെ നാശമാണ്. ഇതിന് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാൻ എന്ന് വരുന്നില്ലേ, അത് അഹങ്കാരം, അത് ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിയുടെ നാശത്തെയാണ് പോലും ജ്ഞാനം എന്ന് വിളിക്കുന്നത്. ഇതാണ് ജ്ഞാനം, ഇതാണ് മുക്തി എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഈ ബന്ധഭ്രാന്തിയുടെ അഭാവത്തെയാണ്. രമണ ഭഗവാൻ പറയുന്നത് ജ്ഞാനന്റെ എഴുന്ന പിന്നെല്ലാം എഴും. രമണ ഭഗവാൻ പറയണതാണ് ജ്ഞാനന്റെ എഴുന്ന പിന്നെല്ലാം എഴും. ജ്ഞാനന്റെ എഴുന്ന പിന്നെന്ന് പറയാൻ കാരണം ജ്ഞാനെന്ന് വന്നതിന് ശേഷമാണ് ഈ എല്ലാം ഇതിൽ വന്ന് കണക്റ്റ് ആവണം. അതല്ലെങ്കിലോ ഒന്നും ഇതിൽ കണക്റ്റ് ആവുന്നില്ല. ഇവിടെ തന്നെ പറഞ്ഞു മനസ്സിലായല്ലോ. ഈ ബന്ധഭ്രാന്തിയുടെ അഭാവത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. നമുക്കിന്ന് നല്ല ഉദാഹരണത്തിലാണ് നമ്മൾ സുഷുപ്തി ഇതില് ഭക്തുകൾ ഉദാഹരണമാക്കി പറയുന്നത്. സുഷുപ്തിയിൽ എല്ലാം ഉണ്ടേ. അയാളുടെ ശരീരമുണ്ട്, എല്ലാം ഉണ്ട്. രാജാവാണ് സുഷുപ്തിയിൽപ്പെട്ടത്. എല്ലാം ഇരിക്കുന്നതിന് അയാൾക്ക് എല്ലാത്തിൻ്റെ അഭാവശൂന്യമായിട്ട് ആ ബ്രഹ്മാനന്ദ രസത്തിൽ വന്ന് നിൽക്കുകയാണ്. അഭാവം, എല്ലാത്തിൻ്റെ അഭാവമാണ് ബ്രഹ്മാനന്ദത്തെ ഉണ്ടാക്കിയത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ബ്രഹ്മാനന്ദത്തെ മൂടിയിരുന്ന ഫാക്ടേഴ്സിനെ എല്ലാം മാറി റിമൂവ് ചെയ്യപ്പെട്ടു. എന്നിട്ട് ആ സുഷുപ്തിയിൽ വന്ന ബ്രഹ്മാനന്ദത്തെ ജീവൻ അനുഭവിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, മനസ്സതിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എല്ലാവരും നിർബന്ധന്മാരാണ്, ബന്ധമില്ലാത്തവരാണ്. വേറെ ഒന്ന് പറഞ്ഞാൽ മുക്തന്മാരാണ്. ഒറ്റ വാക്യം കൊണ്ട് തന്നെ പറഞ്ഞു, മനസ്സറ്റാൽ സമാധി എന്ന് പറഞ്ഞാൽ നിർവികൽപ്പ സമാധി. ഇത് ജ്ഞാനികൾ എപ്പോഴും ആ സമാധി ലീനന്മാരാണെന്ന്. അവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും അവർ സമാധി അഴിയുന്നില്ല. കാരണം അത് അഴിയുക എന്ന് പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സെന്ന് പറഞ്ഞാൽ സങ്കല്പങ്ങൾ അതിലുണ്ടാവുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സിൽ വീണ്ടും ആ സങ്കല്പങ്ങൾ പൊട്ടുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ് വിവേകപൂർവം ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനെന്ത് വേണം? ഈ ലോകത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കിയത്. ഇതെല്ലാം കേവലം ഒരു തോന്നലാണെന്നുള്ള ആ യാഥാർത്ഥ്യത്തെ വേദം പറഞ്ഞു കൊടുക്കുന്നതിന് യുക്തിപൂർവം അത് ഗ്രഹിച്ചാൽ മതി. അപ്പൊ പിന്നെ ഇത് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ഈ ശരീരം ലോകത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ലോകം വാസ്തവത്തിൽ വിദ്യയാണ്, ഇല്ലാത്തതാണ്. ഈ ആത്മാവിൽ ഇത് ഒരു പ്രതീതി മാത്രമാണ്. തോന്നുന്നു, തോന്നുക മാത്രമല്ല, തോന്നുകയും മറയുകയും ചെയ്തുകൊണ്ട് വർത്തിക്കുന്ന ലോകത്തോട് ഒരു സത്യബുദ്ധി ആണ് വ്യവഹാരത്തെ തോന്നിപ്പിച്ച് സമാധിയെ വിഘ്നം ചെയ്തു വെച്ചിരിക്കുന്നത്.
അല്ലെങ്കിൽ നമ്മുടെ എല്ലാം യഥാർത്ഥ സ്വരൂപം എന്താണ് കൃഷ്ണ? സമാധി. സമാധിയാണ് നമ്മുടെ രൂപം. ആത്മാവ് സമാധിസ്ഥനായിട്ട് ഇതിനകത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ആ ആത്മാവാണ് ഞാൻ. പിന്നെ ഇത് എങ്ങനെ വന്നു? ഇതാണ് പറയുന്നത്. ഇതെല്ലാം മായാ കൽപ്പിത ദേശകാല കലനാ വൈചിത്ര്യ ചിത്രീകൃതം. വേദം പറഞ്ഞിരിക്കുന്നു. ഇതൊരു വൈചിത്ര്യമായ ഒരു ചിത്രീകരണമാണ് ഈ മായ ചെയ്തിരിക്കുന്നത്. ഏതുവരെ മായയ്ക്ക് അധീനനായിരിക്കുന്നു അതുവരെ ഇതിൽ പ്രവൃത്തിയുണ്ട്. മായയ്ക്ക് അതീതമായ ഈശ്വരത്വം ഇതിൽ വന്നാൽ മായയില്ലാതെ. മായ എന്ന് പറയുന്നത് ഈ ലോക വിഷയങ്ങളിൽ ഇരിക്കുന്ന താല്പര്യം, അതിനോട് അറ്റാച്ച്ഡായിരിക്കുന്ന ഒരു നിലത്. ഇത് പറയും. ഇത് ശരിക്കും മായയ്ക്കൊരു നിർവചനം വേദം കൊടുത്തിരിക്കുന്നത് അനിർവചനീയ ഖ്യാതിയില്ല. അനിർവചനീയം ഒന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നും പറയാൻ ഒക്കില്ല, ഇല്ലെന്നും പറയാൻ ഒക്കില്ല. അങ്ങനെയുള്ള ഒരു വൈചിത്ര്യമായ ഒരു സംഗതിയാണ് മായ. ഈ മായയിൽ അകപ്പെട്ടിരിക്കുന്ന നിലയാണ് നമ്മൾ അജ്ഞാനമായിട്ട് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ബദ്ധനായിരിക്കുന്നു, മുക്തനാകുന്നില്ല. മുക്തി സ്വരൂപമാണ് തന്റെ സ്വരൂപമെന്ന് ഒരു വേദാന്ത ശാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും അതിന് ഗ്രഹിക്കാനും ഇതിന്റെ താല്പര്യത്തെ നിശ്ചയിച്ച് അങ്ങനെ ഇരിക്കാനോ സാധിക്കാതെ ഇരിക്കുന്ന ഒരു നിലയാണ് അജ്ഞാനം. പറയണം, ബാഹ്യപ്രവൃത്തിയിൽ ജീവൻ മുക്തന് വിലക്ഷണ സുഖം ഉണ്ടാകുകയില്ല. ഏകാഗ്ര രൂപമായ അന്ധക്കരണ പരിണാമത്തിലെ സുഖം ഉണ്ടാകുകയുള്ളൂ. ആ ഏകാഗ്ര പരിണാമ ബാഹ്യപ്രവൃത്തിയാൽ ഉണ്ടാകാത്തതിനാൽ പെരുതാന വിരുട്ട ദുഃഖം പിറമവിത്ത് അനുഭവിപ്പാനെന്നും വരനും വരിയാനും വരനും മറ്റ് വരിട്ടനും സുഖമായി വാഴ്വർ എന്നും പറഞ്ഞു. ജീവൻ മുക്തന്മാർ 4 പേർക്കും ജ്ഞാനം സമമായതിനാൽ ജ്ഞാനപരമായ വിദേഹമുക്തി സമമാണെന്നും ചിത്തവിശ്രാന്തി താരതമ്യത്താൽ സുഖം താരതമ്യമുള്ളതെന്നും അർത്ഥമാക്കുന്നു. ഇതാണ് ആ 100ാമത്തെ പദ്യം കൊണ്ട് സ്വാമി പറഞ്ഞു തന്നത്. ആ പദ്യം ഒന്നുകൂടെ വായിച്ചു. അരുതാകും ഇവർ അനേകരാനാലും മുക്തി ശരിയാകും. പാടുപെട്ട് സമാധിക്ക് പലനേതെന്നാൽ പെരുതാന തിരുട്ട ദുഃഖം വിരമവിത്ത് അനുഭവിപ്പാൻ വരനും വരിയാനും മറ്റ് വരിട്ടനും സുഖമായി വാഴുവർ. അത് കഴിഞ്ഞ് 101ാമത്തെ പദ്യം. ഇതില് മനസ്സിലാക്കാത്ത വല്ല കാര്യമുണ്ടോ കൃഷ്ണ? ക്ലിയർ അല്ലേ? രത്നചുരുക്കം പറഞ്ഞത് ഇവർ ഈ 4 പേരും ജീവൻ മുക്തന്മാരായിട്ട് വന്നിരിക്കുന്ന 4 പേരും വിദേഹമുക്തിക്ക് അധികാരമുള്ളവർ തന്നെ. അവർക്ക് പിന്നെ ഒരു ബാക്കിലോട്ടുള്ള ഒരു വഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നടുവാന ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ആ വരുന്നവര് തന്നെ 4 വകഭേദങ്ങളിൽ ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. 4 പേരും ഒരാള്. അതില് പ്രാരബ്ധ വിശേഷം കൊണ്ട് ചിലര് ബ്രഹ്മവിത്തുകളായിട്ട് ആശ്രമങ്ങളിലൊക്കെ ഇരുന്നിരിക്കും. ചിലരുണ്ടല്ലോ അങ്ങനെ ഇരിക്കില്ല. അവര് ചിലപ്പോൾ നടക്കുന്നവരായിരിക്കും, ചിലപ്പോ അവര് ചിലപ്പോ അങ്ങനെയൊക്കെ ഉള്ള പല വെറൈറ്റീസ് ഉണ്ട്. കണ്ടില്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ പൂന്ദ്രസ്വാമി ഒരു ടൈപ്പാണ്. ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവരും ഒരുപോലെ അല്ല. ഉപദേശം ചെയ്തിരിക്കുന്നവർ ബ്രഹ്മവിത്തുകളാണ്. അവർക്ക് മാത്രമേ ശാസ്ത്രങ്ങൾ വായിക്കാനും പഠിക്കാനും അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവല്ല. അങ്ങനെ ഒരു പ്രാരംഭം. കഴിവെന്ന് പറയുന്നത് തെറ്റാണ്. മറ്റവർക്ക് കഴിവില്ലെന്നാവും. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ആ പ്രാരബ്ധം ഇവർക്ക് മാത്രമേ ഉള്ളൂ, മറ്റവർക്ക് അതില്ല. അതുകൊണ്ട് അവര് ഒന്നും പറഞ്ഞു കൊടുക്കില്ല. എന്ന് വിചാരിച്ചാൽ അവർ മോശക്കാരല്ലെന്നും അർത്ഥമാക്കണം. അതുപോലെ തിരിച്ചു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരും മോശക്കാരല്ലെന്നും അർത്ഥമാക്കണം. ഇതെല്ലാം പ്രാരബ്ധത്തിന്റെ ഫലമായിട്ട് വന്നിരിക്കുന്നത് മാത്രമാണ്. അല്ലാതെ അവരുടെ വിദേഹമുക്തിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അതാ അങ്ങനെ രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇവർ 4 ജ്ഞാനികളും വിദേഹമുക്തിക്ക് അർഹരാണ്. പ്രാരബ്ധ വിശേഷം കൊണ്ട് പലതായിട്ട് ഇവർ വ്യവഹരിക്കുന്നു. പക്ഷേ ഈ ബ്രഹ്മവിത്ത് ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന പോലെ തോന്നിയാലും അവർക്ക് ആഗ്രഹമൊന്നുമില്ല. അവർ പിന്നെ എങ്ങനെയാണ് ഈ പ്രവൃത്തിക്ക് അവർക്ക് നിദാനമെന്ന് ചോദിച്ച് ശാസ്ത്രം തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ലോകർക്കുപകാരം, ജ്ഞാനി വ്യവഹാരം ലോകർക്കുപകാരം.
ലോകർക്ക് ഉപകാരമായിട്ട് ഞാൻ വ്യവഹരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് കൃഷ്ണ? പ്രാരബ്ധവശമായിട്ട് അവർ വ്യവഹരിക്കുന്നു എന്നല്ലാതെ അവർക്ക് ആഗ്രഹവുമില്ല. അതെന്നെ പ്രാരബ്ധത്തിൽ പെടും. ആഗ്രഹവും പ്രാരബ്ധത്തിന്റെ ഭാഗം തന്നെ. അവർക്ക് അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഒന്നും തന്നെ ഇല്ല. അതാണ് ബ്രഹ്മവിത്തുക്കൾ. 101-ാമത്തെ പദ്യത്തിൽ പറയും, വിരമജ്ഞാനികളും കർമ്മഭേദയർ പോലെ വാഴ്ത്താൻ തിരമറും അജ്ഞാനം പോയി ജനിയാതെ വഴിയേതെന്നാൽ പരവും ആകാശമൊന്നിൽ പറ്റാതെ മറ്റേ നാലും വിരവിന തോടും കൂടും വിധമിരുവോരും ആവാർ. വിരമജ്ഞാനികളും ബ്രഹ്മവിത്തുക്കളും കർമ്മഭേദയർ പോലെ വാഴ്ത്താൽ ജനനഹേതുവായ അവിദ്യ കാമകർമ്മങ്ങളോട് കൂടിയ അറിവുഹീനന്മാരെ പോലെ പ്രാരബ്ധത്തിൽ ഉതകുന്ന തക്ക പ്രപഞ്ച വ്യവഹാരങ്ങളെ ഉള്ളവരായി ജീവിച്ചാൽ പറയണം. സ്ഥിരമൊറും അജ്ഞാനം പോയി കടക്കാൻ പ്രയാസമായ ദുഷ്കരമായ അവിദ്യ കാമകർമ്മങ്ങൾ ഒഴിച്ച് തെളിയാതെ വഴി വീണ്ടും ജനിയാതെ ഇരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് കേൾക്കുന്നു എങ്കിൽ പരമ ആകാശമൊന്നിൽ വായു ആദി ഭൂതഭൗതികങ്ങളെല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന ആകാശം ഒന്നിൽ പറ്റാതെ, ഒന്നിൽ സംബന്ധിക്കമില്ലാതെ മറ്റേ നാലും സംബന്ധിക്കുകയില്ല. മറ്റേ നാലും ഇനിയുള്ള വായു ആദി 4 ഭൂതങ്ങളും വിരവിനതോടും കൂടും വിധം തന്നോട് കലർന്നിരിക്കുന്ന പദാർത്ഥങ്ങളോട് സംബന്ധിക്കുന്ന രീതി പോലെ ഇരുവോരും ആവർ. ജ്ഞാനി അജ്ഞാനികൾ 2 പേരും ആകും. ജ്ഞാനിക്ക് ആത്മാവിൽ വ്യവഹാരം പ്രതീതിയാകുന്നില്ല. സമ്പൂർണ്ണ വ്യവഹാരങ്ങളും ദേഹാദികളുടെ ആശ്രിതമായിട്ടാണ് പ്രതീതിയാകുന്നത്. ആത്മാവിൽ വ്യവഹാരസഹിതമായ ദേഹാദികളുടെ സംബന്ധമില്ല എന്നുള്ള ബുദ്ധിയോടുകൂടി സകല വ്യവഹാരങ്ങളെയും ജ്ഞാനി ചെയ്യുന്നു. ഈ കാരണത്താൽ ജ്ഞാനിയുടെ പ്രവൃത്തിയും നിവൃത്തി എന്നേ ചൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനാൽ ബ്രഹ്മവിത്ത് പ്രപഞ്ച വ്യവഹാരങ്ങളോട് കൂടിയവനാണെന്ന് അന്യർക്ക് തോന്നിയാലും അവൻ ആത്മാവിനെ ആകാശം പോലെ അസംഗമായി അറിഞ്ഞ് പ്രാരബ്ധവശത്താൽ പ്രപഞ്ച വ്യവഹാരങ്ങളെ ചെയ്യുന്നതിനാൽ ജനനഹേതുവായ അവിദ്യ കാമകർമ്മങ്ങൾ ഒഴിഞ്ഞ് മുക്തി അടഞ്ഞിരിക്കുമെന്നറിയുക. ഇങ്ങനെ 101-ാമത്തെ പദ്യം കൊണ്ട് നമുക്ക് പറഞ്ഞു തരണം. പറയാണ്, ജ്ഞാനിക്ക് ആത്മാവിൽ വ്യവഹാരം പ്രതീതിയാകുന്നില്ല. സമ്പൂർണമായ വ്യവഹാരങ്ങളും ദേഹാദികളുടെ ആശ്രിതമായിട്ടാണ് പ്രതീതിയാകുന്നത്. ആത്മാവിൽ വ്യവഹാരസഹിതമായ ദേഹാദികളുടെ സംബന്ധമില്ല എന്നുള്ള ബുദ്ധിയോടുകൂടി സകല വ്യവഹാരങ്ങളെയും ജ്ഞാനി ചെയ്യുന്നു. അപ്രവേശിച്ചിതാത്മാനം പൃഥക് പശ്യൻ അഹംകൃതി ഇച്ഛൻസു കോടി വസ്തുന ലഭാദോ ഗ്രന്ഥിഭേദ എന്ന് പറയില്ലേ, അവർ ചെയ്യുന്നത് പ്രവേശിപ്പിക്കാതെ, ഈ കാമ്യകർമ്മത്തെ ഇതിൽ പ്രവേശിപ്പിക്കാതെ ആത്മാവിൽ വ്യവഹാര സഹിതമായ ദേഹാദികളുടെ സംബന്ധമില്ല എന്നുള്ള ബുദ്ധിയോടുകൂടി സകല വ്യവഹാരങ്ങളെയും ജ്ഞാനി ചെയ്യുന്നു. ഈ കാരണത്താൽ ജ്ഞാനിയുടെ പ്രവൃത്തിയും നിവൃത്തി എന്നേ പറയേണ്ടു. അവരുടെ പ്രവൃത്തിയും നിവൃത്തി തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശാസ്ത്രങ്ങൾ ഇതിനെപ്പറ്റി ഘോരഘോരം പറയുന്നുണ്ട്. പറഞ്ഞില്ലേ, വ്യവഹാര വേളയെല്ലാം സമാധി என்பார். കൈവരുത്തി തന്നെ അവരുടെ വ്യവഹാര വേളയെല്ലാം സമാധിയാണെന്ന് എന്തോ മനസ്സിലാക്കും കൃഷ്ണ. അവിടെ നമുക്കൊരു ചർച്ചയ്ക്ക് വയ്ക്കാം. പക്ഷെ നമുക്ക് ഈ വ്യവഹാര വേളയായിട്ട് ഇരിക്കുന്നതല്ല ഉറക്കം, നിദ്ര. എന്നാൽ അവർക്ക് ഈ വ്യവഹാര വേളയായി ഇരിക്കുന്നതെല്ലാം സമാധിയാണ്. അജ്ഞാനിക്കിത് നിദ്രയും ജ്ഞാനിക്കിത് സമാധിയുമാണ്. അതെങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? നമുക്ക് ഈ വ്യവഹാരം ഉണ്ടാക്കുന്ന ഈ പദാർത്ഥങ്ങളെ കാണുക, കേൾക്കാൻ തുടങ്ങിയ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അതിനോട് ഇത് പറയില്ലേ, അവന് രാഗമുണ്ടായി.
ഒരു ഉറക്കമാണ് സംഭവിക്കുന്നത്. ഉറക്കം എന്ന് വെച്ചാൽ തൻ്റെ സ്വരൂപ വിസ്മൃതിയുടെ വേറൊരു നാമകരണമാണ് ഉറക്കം. സ്വരൂപ വിസ്മൃതിയുടെ നാമകരണമായിട്ടാണ് ഉറക്കം എന്ന് പറയുന്നത്. അതിൽ മയങ്ങി, നമ്മൾ അല്ലാതെ തന്നെ പറയും, പണത്തിൽ മയങ്ങി, പ്രതാപത്തിൽ മയങ്ങി, ഭാര്യയിൽ മയങ്ങി, പുത്രനിൽ മയങ്ങി, ധനത്തിൽ മയങ്ങി, അങ്ങനെ എല്ലാത്തിലും ഒരു മയക്കമാണ് വാസ്തവത്തിൽ അജ്ഞാനം കൊണ്ടൊരു ഒരാൾക്കുള്ളത്, അല്ലേ? മയങ്ങാത്തൊരാരെങ്കിലും ഉണ്ടോ? രംഭയെ കണ്ടോ മയങ്ങി എന്നാണ് പറയുന്നത്. ആര്? നമ്മള് ദേവേന്ദ്രന്റെ ഭാര്യ രംഭയെ കണ്ടോ മയങ്ങിയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതിനെ ഉണർത്താനായിട്ട് ഇരിക്കുന്ന ഈ ലോക വിഷയങ്ങൾ, ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ ലോക വിഷയങ്ങള് ഉണരുക എന്ന് വെച്ചാൽ ഉദ്ധിതനാകുക, വേറെ സമാധിയിൽ ഇരിക്കേണ്ട, ഉണർവിൽ ഇരിക്കേണ്ട ഈ കാര്യങ്ങളിൽ വിപരീതമായിട്ട് അജ്ഞാനികൾ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ വിപരീത സ്വഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൃഷ്ണ ചർച്ചയ്ക്കെടുക്കൂ. അതിനെപ്പറ്റി എന്തു പറയുന്നു? പ്രകൃതി ഈ ഈശ്വരൻ പറഞ്ഞല്ലോ, ഈശ്വരൻ ജീവികളെ മോക്ഷമടയിപ്പിക്കാനായിട്ട് ഈ ജഗത് സൃഷ്ടി ചെയ്തു എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഈശ്വരനാണ് ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? എന്തിനു വേണ്ടി ചെയ്തു? ജീവന്മാരെല്ലാം അനാദിയായിട്ട് ഈ സുഷുപ്തിയിൽ ഇരിക്കായിരുന്നു പോലും ഈ സുഷുപ്തിയിൽ കിടന്ന ജീവന്മാരെ മോക്ഷമടയിക്കാനായിട്ട് ഈശ്വരൻ തനുകരണങ്ങൾ കൊടുത്ത് സൃഷ്ടി ചെയ്തു എന്നാണ് പറയുന്നത്. തനുകരണങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞ ഈ തനുകരണങ്ങളായിട്ടിരിക്കുന്ന ഇതെല്ലാം വാസ്തവത്തിൽ ഈശ്വരൻ തന്നെ പറഞ്ഞില്ല. ഈശാവാസ്യം ഇതും സർവ്വം. പിന്നീട് ശ്രുതികളും ഇതിൽ ഉത്ഭവിച്ചതിന്റെ കാരണം ഇതാണ്. ഈശ്വരന്റെ തനുകരണങ്ങളാണ് പോലും ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത്. പക്ഷെ ഈ പ്രപഞ്ചം നമ്മളെ എന്തിനു വേണ്ടിയാണ് ഈശ്വരൻ സൃഷ്ടി ചെയ്തത്? ഈ സുഷുപ്തിയിൽ നിന്ന് ഉണർത്താൻ, അല്ലെങ്കിൽ ഈ ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ. ഉറക്കത്തിൽ നിന്ന് ഉണർത്താൻ ഏർപ്പെടുത്തിയ ഈ ഈശ്വര സൃഷ്ടമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടം അജ്ഞാനത്തിൽ എന്തിനാണ്? ഇതിൽ ഉറങ്ങിപ്പോണതാണ്. ഇതിൽ മയങ്ങി, അതിൽ മയങ്ങി, ഇതിൽ മയങ്ങി, പ്രതാപത്തിൽ മയങ്ങി, സ്ഥാനമാനങ്ങളിൽ മയങ്ങി. അങ്ങനെയല്ലേ പറയണത്? അങ്ങനെയല്ലേ നമ്മളെല്ലാവരും മയങ്ങിയല്ലേ ഇതിനെ? മയങ്ങുന്ന ചർച്ച എന്നറിയാമോ? തന്റെ സ്വരൂപ വിസ്മൃതി ചെയ്തു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ആത്മസ്വരൂപികളാണ്. ഇത് അവ്യക്തമായിട്ടാണെങ്കിലും എല്ലാവരും ഉണർന്ന് നിൽക്കുന്ന ഒരു ധൈര്യത്തിലും ഒരു കറേജിലുമാണ് എല്ലാവരും ഇരിക്കുന്നത്. അത് തന്നെയാണ് അയാളെ നിർത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും അടിത്തറ, ഊർജമാണത്. പിന്നീട് അതിനെ വ്യക്തമാവാതെ വന്നപ്പോൾ ഉടനെ തന്നെ ആ മനസ്സതിൽ വന്നു, പ്രവർത്തിച്ചു. ഈ ലോകങ്ങൾ ഇതിനെല്ലാം വേറൊരർത്ഥം അതിൽ കൊണ്ടുവന്നു. ആ അർത്ഥം എങ്ങനെയുള്ളതെന്നറിയോ? പൂർവ്വജന്മാർജിത വാസനയ്ക്കൊത്ത അർത്ഥം. അതങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും എന്നുള്ള മുൻ തീരുമാനങ്ങൾ വന്നു. ഇതാണ് മുൻവിധികൾ. ഈ മുൻവിധിയോടുകൂടി പ്രവർത്തിച്ച് ഇവൻ വീണ്ടും 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 നാൾക്ക് നാൾ അധപതിച്ച് പോവുകയാണ്. മുന്നേറ്റമില്ല അവന്. ഒരാൾ ശ്രുതി വന്ന് പറഞ്ഞാൽ നീ നിന്നെ ഉണർത്താനായിട്ട് ഈശ്വരൻ സൃഷ്ടി ചെയ്ത ഇതിൽ നീ മയങ്ങിയിരിക്കുന്നു. വീണ്ടും ജീവന്മാർ മയങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് ബോധിപ്പിച്ചിട്ട് പറഞ്ഞു. ഇവിടെ പറഞ്ഞ എന്താണ്? ഇതെല്ലാം ഒരു ജ്ഞാനിക്ക് ആത്മസ്വരൂപത്തിലേക്ക് നിൽക്കാനായിട്ട് ഉണർവിനെയാണ് കൊടുത്തിരിക്കുന്നത്. മന്ദമായ ശീതളമായ കാറ്റ് നമ്മൾ ഉണർത്തല്ലേ? ഉണർത്തില് തന്റെ അനുഭൂതി, തന്റെ ആത്മസ്വരൂപത്തിന്റെ അനുഭൂതികളെ കലർന്നങ്ങനെ ഇരിക്കുന്നത് നിലയെന്ന് ആലോചിച്ചു. അതുപോലെ എല്ലാം അങ്ങനെ തന്നെ. വാസ്തവത്തിൽ ഈശ്വരൻ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഇതിലെല്ലാത്തിലും ആ ഈശ്വര സ്വഭാവമുണ്ട്. എല്ലാത്തിലും ആനന്ദ പ്രദാനം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. പക്ഷെ ഇത് മയങ്ങിപ്പോയാൽ നമ്മൾ അറിയില്ല. പ്രഭാതം ആര് കാണുന്നു? ഇപ്പോഴും പുതിയൊരു വിചാരം ഇതിനിടയ്ക്ക് വരാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രഭാതമുണ്ട്. മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, നല്ല പിള്ളേർ, നല്ല ബുദ്ധിയുള്ളവർ, നല്ല പുണ്യമുള്ളവർ. പക്ഷെ അവര് രാത്രി വർക്ക് ചെയ്തതിനു ശേഷം അവർ 12:30 അവരുടെ പ്രഭാതം. സൂര്യനെ കാണുന്നു. ഈ ലോകത്തെ കാണുന്നുണ്ടോ? അവർ കാണാൻ പറ്റുന്നു. പെട്ടെന്ന് തന്നെ അവർ കാറിൽ കയറി നേരെ ഒരു AC റൂമിൽ വന്ന് കയറി അവരെ അവിടെ കഴിച്ചു കൊള്ളുന്നു. ഇവർക്ക് ഈ ലോകമായിട്ട്, ഈ ഈശ്വരസിഷ്ടമായിരിക്കുന്ന പ്രപഞ്ചമായിട്ട് എന്ത് ബന്ധം? ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ഉണരാനും പറ്റുന്നില്ല. അവർ എന്തോ പറയാ, ഒരു സഡേഷൻ കൊടുത്തിട്ടേക്കുന്ന, എത്രയോ കാലമായിട്ട് അനസ്തേഷ്യ കൊടുത്തിട്ടിരിക്കുന്ന ഒരു ജീവശവം മാതിരി ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? ഇതാണ് ഇവിടെ ഉണർവെന്ന് പറയുന്നത്. ഈശ്വരന്റെ ഇത് തന്നെയാണ്. ഈ പ്രകൃതി തന്നെയാണ്.
ഈ പ്രകൃതി മാതാവാണ്. അവര് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജ്ഞാനം അടയട്ടെ എന്നുള്ള ഭാവനയിൽ അവരും നിൽക്കുകയാണ്. കുറച്ച് ഭാവന കലരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെങ്കിലും പറയണം, എല്ലാം മുക്തിക്ക് അനുകൂലമാണ്. ഈശ്വരന്റെ സൃഷ്ടിയെല്ലാം മുക്തിക്ക് അനുകൂലം. ജീവന്റെ സൃഷ്ടിയോ മുക്തിക്ക് പ്രതികൂലമായിരുന്ന ജീവസൃഷ്ടികളാണ്. ഇതില് ഈ സൃഷ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇതിനെയാണ് സ്ഥൂല സൃഷ്ടി, ഇത് ബ്രഹ്മാണ്ടം, ഇത് ഈശ്വര സൃഷ്ടിയാണ്. ഇപ്പൊ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ജീവസൃഷ്ടിയും ഇതിനകത്ത് നടക്കും. ആ ജീവസൃഷ്ടിയാണെങ്കിൽ ഒന്ന് പറയാം. എന്റെ ഒരു 5 സെന്റ് പേരാണ് ജീവസൃഷ്ടിയാണ്. അതിനകത്ത് ഞാൻ വെച്ച വീട് അത് ജീവസൃഷ്ടിയാണ്. ഞാൻ കലർന്നു വരും. ഞാൻ എന്റെ എന്നുള്ള രൂപത്തിൽ വരുന്നതെല്ലാം ജീവസൃഷ്ടികളാണ്. അപ്പൊ പ്രശ്നം ഈ സ്വാമി അങ്ങനെ വേണ്ടേ? അങ്ങനെ വേണം, ഇരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഉണരാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. എന്തിനാണ് ഇത് തങ്ങൾ വേർതിരിച്ച് അറിയിക്കുന്നത്? ഈ അജ്ഞാനത്തിൽ നിന്ന് അതിനെ ഭേദിച്ച് ജ്ഞാനത്തിലേക്ക് വരാൻ. ജ്ഞാനമുണ്ടായാൽ എന്ത് സംഭവിക്കും? ഇത് പറയുന്നു, വിദേഹമുക്തിയിലേക്ക് പോകും. വിദേഹമുക്തി എന്ന് വെച്ചാൽ പുനരാവർത്തി രഹിതമായ ഒരു നിലയാണ് വിദേഹമുക്തിയായിട്ട് പറഞ്ഞു. വീണ്ടും ഇതില് പൊടിപ്പില്ല. വിത്തിനെ വറുത്ത വിത്ത് പോലെയായി. വറുത്ത വിത്തിന് പിന്നീട് തറയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കില്ല. മുളയ്ക്കുമോ? വിത്ത് വറുത്ത് കഴിയുക. ഈ വിത്തിനെ വറുക്കുന്ന ഒരു സ്വഭാവത്തെയാണ് ജ്ഞാനം പറയുന്നതിന്റെ അർത്ഥം. വറുത്ത വിത്ത് പോലെ ആയിപ്പോയി അവർ. ഭഗവാനെ വറുത്തതല്ലേ കഴിക്കുള്ളൂ. അവല്, വലര്, ഇതൊക്കെ വറുത്തതല്ലേ. പൊടിക്കുമോ? പൊടിക്കൂല. വാസ്തവത്തിൽ പൊടിക്കാത്തതിനാണ് ഈശ്വരന് ഇഷ്ടം. സുരേഷ്, പൊടിക്കുന്നത് ഈശ്വരന് ഇഷ്ടമല്ല. ദിവ്യങ്ങളെല്ലാം പൊടിക്കാത്തതാണ്. പ്രധാനമായിട്ട് അവര് നിങ്ങൾക്ക് പറഞ്ഞ ഇത് തന്നെയാണ്. അതിനെ അരിയെ പിന്നെ ആക്കി ചപ്പിച്ച് പൊടിക്കുമത്. മലര് വറുത്ത് എടുത്തുകൊണ്ട് കൊടുക്കും, അത് പൊടിക്കും. അപ്പൊ ഈ പൊടിക്കാൻ പറഞ്ഞാൽ ഈശ്വരന് ഇഷ്ടമില്ല, അത് വിരോധമാണ്. ഇതുപോലെ ഒരു വറുത്ത വിത്താക്കി നമ്മളെ മാറ്റി ഭഗവത് സമർപ്പണം ചെയ്യുന്നതിനെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. വാസ്തവത്തിൽ നമുക്കതാണ് കരണീയമായിട്ടുള്ളത്, നമ്മുടെ ഒരു ധർമ്മമായിട്ടിരിക്കുന്നത്. ഇതിനെ വറുത്ത വിത്താക്കി ഈശ്വരനെ തന്നെ സമർപ്പണം ചെയ്യണം നമ്മളെ. ഇതിനെയാണ് ജ്ഞാനം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ 101-ാമത്തെ പദ്യം ഈ രൂപത്തിൽ അവസാനിച്ചു. ജ്ഞാനി ഈ കാരണത്താൽ ജ്ഞാനിയുടെ പ്രവൃത്തിയും നിവൃത്തി എന്നേ പറയാനൊക്കൂ. കാരണം ജ്ഞാനിക്ക് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ മയക്കം ഉണ്ടാവുന്നില്ല. പ്രവൃത്തി ലോകവിഷയങ്ങളിൽ പ്രവർത്തിച്ച് മയങ്ങിപ്പോകണം. എങ്ങനെയാണ് മയങ്ങണമെന്നറിയാം? ഞാൻ കുറേ ജോലി ചെയ്തപ്പോൾ എൻ്റെ അന്തരംഗത്തിൽ ഞാൻ കൂടുതൽ ജോലി ചെയ്തവനാണെന്നും അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് ചില ലാഭങ്ങൾ ഞാൻ നേരത്തെ മുൻവിധിയോടുകൂടി കണ്ടിരിക്കുകയാണ്. ചിലരെന്നെ മതിക്കണം, അല്ലെങ്കിൽ കുറച്ച് ധനമൊക്കെ എനിക്ക് ഇതിൽ നിന്ന് കിട്ടണം, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, പ്ലാനുകളുണ്ട് ഉള്ളിലെ. ഇതാണ് അജ്ഞാനികൾ ഇതിലിരുന്ന് ചെയ്യുന്നത് പ്രവൃത്തി. ജ്ഞാനിയെ സംബന്ധിച്ച് ഒന്നുമില്ല, അതേ ആ ഉണർവിൽ അങ്ങനെ നിൽക്കുകയാണ്. അതേ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നില്ല. പക്ഷെ അതേ ചെയ്യുന്ന പ്രവൃത്തിയും നിവൃത്തി തന്നെ. പ്രവർത്തിക്കുന്നെങ്കിലും അത് നിവൃത്തി ഒന്നും ചെയ്യാതിരിക്കുന്ന സ്വഭാവത്തിൽ തന്നെ അതേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ചെയ്ത് ഞാൻ മനസ്സിലാണ് പറയണം. പലത് കുറുകുരാന്ന് ഓരോന്നും ചിന്തിച്ച് കൂട്ടാതെ കേവലം പണി കൊടുത്തു, ചെയ്തു, തീർന്നു പോയി. ഇത്രേ ഉള്ളൂ. അതിന് പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇതിന് ഇങ്ങനെ കിട്ടണം, മറ്റേ ആൾ അങ്ങനെ ചെയ്യണം, അവരിങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്നെ അവർ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ തരത്തിലുള്ളതെല്ലാം ബാലിശമായ ജീവിതത്തെയാണ് പറയണത്. നമുക്ക് ഓർമ്മിക്കണം. ഇതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞ ഞാനില്ല പറയുന്ന മഹാധീരനായ ആ പുത്രൻ, അധീരനാണ് അയാൾ. അവനെ മായ ഗോഷ്പതുല്യം കടക്കും. അപ്പൊ ഇതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. പറയണ നിവൃത്തി എന്നേ ചൊല്ലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇക്കാരണത്താൽ ജ്ഞാനിയുടെ പ്രവൃത്തിയും എക്കാരണത്താൽ എന്ന് ഒന്നുകൂടെ വായിക്കും. അതായത് ജ്ഞാനിക്ക് ആത്മാവിൽ വ്യവഹാരം പ്രതീതിയാകുന്നില്ല. സമ്പൂർണമായ വ്യവഹാരങ്ങളും ദേഹാദികളുടെ ആശ്രിതമായിട്ടാണ് പ്രതീതിയാകുന്നത്. നേരിട്ട് പ്രതീതിയാകുന്നില്ല, ദേഹാദികളുടെ ആശ്രിതമായിട്ട് പ്രതീതിയാകും.
ആത്മാവിൽ വ്യവഹാര സഹിതമായ ദേഹാദികളുടെ സംബന്ധമില്ല എന്നുള്ള ബുദ്ധിയോടുകൂടി സകല വ്യവഹാരങ്ങളെയും ഞാൻ ചെയ്യുന്നു. ഈ കാരണത്താൽ ജ്ഞാനിയുടെ പ്രവൃത്തിയും നിവൃത്തി എന്ന് തന്നെ ചൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിനാൽ ബ്രഹ്മവിത്ത് പ്രപഞ്ച വ്യവഹാരങ്ങളോട് കൂടിയവനാണെന്ന് അന്യർക്ക് തോന്നിയാലും അവൻ ആത്മാവിനെ ആകാശം പോലെ അസംഗമായി അറിഞ്ഞ് പ്രാരബ്ധവശത്താൽ പ്രപഞ്ച വ്യവഹാരങ്ങളെ ചെയ്യുന്നതിനാൽ ജനനഹേതുവായ അവിദ്യാ കാമകർമ്മങ്ങൾ ഒഴിഞ്ഞ് മുക്തി അടഞ്ഞിരിക്കുന്നു എന്നറിയുക. ഈ അവിദ്യാ കാമകർമ്മങ്ങളാണ് പോലും ഒരു അജ്ഞാനിക്കിരിക്കുന്നത്. അവിദ്യാ കാമകർമ്മം, അവിദ്യ എന്ന് വെച്ചാൽ സ്വരൂപ സാക്ഷാത്കാരമില്ല. കാമകർമ്മം എന്ന് വെച്ചാൽ ആഗ്രഹത്തോടുകൂടി ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്ന ഒരു സ്വഭാവം. ഫലേച്ഛയോടുകൂടിയുള്ള കർമ്മം ചെയ്യുന്നതിൽ എന്ത് നേരത്തെ തന്റെ സ്വരൂപ നിശ്ചയവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു നിലയാണ് അജ്ഞാനം, അജ്ഞാനി എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? അത്ര പെട്ടെന്ന് പിടികിട്ടില്ല, എന്നാലും അതിൽ വിചാരം ഉണ്ടായി വരട്ടെ. ഇങ്ങനെ വരുമ്പോൾ അത് പകൽ പോലെ തെളിഞ്ഞു തെളിഞ്ഞു. 102-ാമത്തെ പദ്യത്തിൽ പറയുന്നു: ജീവൻ മുക്തരെ സേവിത്ത പേറുകൾ ശിവൻ അയൻ എടുമാലാന മൂവരും ഇകഴ നോൻപ് മുഴുവതും ചെയ്ത് ജന്മ പാവനമാനാരെന്ന് പഴമറൈ മുഴങ്കുമിപ്പാൽ മേവരും ജീവൻ മുക്തർ വിദേഹമുക്തിയും നീ കേളായി. ജീവൻ മുക്തരെ സേവിത്തോ ശിവനയൻ നെടുമാലാന മൂവരും ഇകഴ നോൻപ് മുഴുവതും ചെയ്ത് ജന്മ പാവനമാനാരെന്ന് പഴമറൈ മുഴങ്കും ഇപ്പാൽ മേവരും ജീവൻ മുക്തർ വിദേഹമുക്തിയും നീ കേളായി. 102-ാമത്തെ പദ്യം. ജീവൻ മുക്തരെ സേവിത്തോർ, ജീവൻ മുക്ത പുരുഷന്മാരെ സേവിച്ചവർ, ശിവൻ അയൻ നെടുമാൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്ന മൂവരും. ഈ ജീവൻ മുക്ത പുരുഷന്മാരെ സേവിക്കുന്ന ഒരു പ്രകൃതമാണ് പോലും ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കുള്ളത്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്ന മൂവരും മഹിഴ സന്തോഷിക്കും പ്രകാരം നോൻപ് മുഴുവതും ചെയ്ത് കൃത്ത ചാന്ദ്രായണാദി മുതലായ, അതായത് കൃച്ഛ്ര ചാന്ദ്രായണ മുതലായ തപസ്സുകളെ എല്ലാത്തിനെയും കുറവില്ലാതെ ചെയ്ത് ജന്മപാവനമാനാർ എന്ന് ജനനപരിശുദ്ധമായവരാകുന്നു എന്ന് പറയും എന്ന് പഴമറൈ മുഴങ്കും അനാദിയായ വേദങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. ഇപ്പാൽ ഇനി മേവരും ജീവൻ മുക്തർ ഉണ്ടാവാൻ അതിപ്രയാസമുള്ള ജീവൻ മുക്തന്മാർ അടയുന്ന വിദേഹമുക്തിയെയും നീ കേളായി, നീ കേൾക്കുക. പഴമറൈ മുഴങ്കു എന്നത് ശശിവർണ ബോധം മുക്തികണ്ഠം മുതലായ ശ്രുതികളെ പറഞ്ഞതാവും. പഴയ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരാമർശിച്ചതാണ്. ജീവൻ മുക്തരെ സേവിത്തോർ ശിവൻ അയൻ നെടുമാലാന മൂവരും മഹിഴ നോൻപ് മുഴുവതും ചെയ്ത് ജന്മപാവനരാനാരുണ്ട് പഴമറൈ മുഴങ്കും ഇപ്പാൽ മേവരും ജീവൻ മുക്തർ വിദേഹമുക്തിയും നീ കേളായി. അതായത് ജീവൻ മുക്തന്മാരെ സേവിച്ചവർ, ജീവൻ മുക്തന്മാരെ സേവിച്ചവരെന്നാണ് സ്വാമി ഇരിക്കുന്നത്. ജീവൻ മുക്തന്മാർ സേവിച്ചവരെന്നല്ല, ജീവൻ മുക്തന്മാരെ സേവിച്ചവർ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ എന്ന മൂവരും മഹിഴ സന്തോഷിക്കും പ്രകാരം നോൻപ് മുഴുവനും ചെയ്ത് കൃച്ഛ്ര സാന്ദ്രായണാദി വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ച്. ഈ ചന്ദ്രായണ വ്രതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്നറിയാമോ? അറിയാം. ചന്ദ്രന്റെ കലയ്ക്കനുസരിച്ച് അത് തന്നെ, അതാണ്. ചന്ദ്രന്റെ കലയ്ക്കനുസരിച്ച് ആഹാരം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഒരു ദിവസം ഒന്നും കഴിക്കില്ല. അത് കർത്തമാവും. ഒന്നും കഴിക്കില്ല. തുറ പറ്റുന്നതനുസരിച്ച് അല്പ ഭക്ഷണം കഴിച്ച് പിന്നെ ഇത് വരുമ്പോ വാവ് വരുമ്പോ കുറച്ച് നല്ല രീതിയിൽ കഴിച്ച് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഇങ്ങനെ ഒരു രീതിയിൽ കൃച്ഛ്ര ചാന്ദ്രായണാദി വ്രതത്തോടു കൂടി കഴിയും. ഇതാണ് സന്യാസിമാർ ചെയ്യാനുള്ളത്. ഒരു ദിവസം ഒന്നും കഴിക്കില്ല അവര്. കംപ്ലീറ്റ് ധ്യാനത്തിലും സമാധിയിലും ഇരിക്കും.
പരിശീലിച്ച് നോക്ക്. അപ്പൊ പറയണം, കൃച്ഛ്ര ചാന്ദ്രായണാദി തപസ്സുകൾ എല്ലാറ്റിനെയും കുറവില്ലാതെ ചെയ്ത് ജന്മഭാവനരാനാരെന്റെ ജനന പരിശുദ്ധരായി ആകുന്നു എന്ന് പഴമറൈ മുഴങ്ങും അനാദിയായ വേദങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു. പറഞ്ഞ ഇനി മേവരും ജീവൻ മുക്തന്മാർ ഉണ്ടാകാൻ അതിപ്രയാസമുള്ള ജീവൻ മുക്തന്മാർ അടയുന്ന വിദേഹമുക്തി കൈവല്യത്തെയും ഞാൻ ഇനി പറയാൻ നീ കേൾക്കുക എന്നാണ് ഈ 102ാമത്തെ പദ്യം കൊണ്ട് സ്വാമി പറഞ്ഞത്. വേറെ ഒന്നുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞു തരാൻ പോവുകയാണ് ഈ വിദേഹമുക്തി പദത്തിന്റെ പ്രത്യേകതയും ആഹാരവും പറയാൻ പോകുന്നത്.